എമ്പുരാൻ സിനിമയുടെ ടീസർ ഇപ്പോൾ 3 മില്യണോളം വ്യൂസ് ആയിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഹേറ്റേഴ്സ് പല സോഷ്യൽ മീഡിയകളിലും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിലൊന്നും ഒരു കാര്യമില്ല. മൊത്തത്തിൽ ടീസറിന് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. എന്തുകൊണ്ട് ഇന്നലെ ആശീർവാദ് സിനിമാസിൻ്റെ അപ്കമിങ് പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റുകളൊന്നും വന്നില്ല എന്ന് മോഹൻലാൽ ഫാൻസ് ക്ലബിൻ്റെ എക്സസ് സ്പേസിൽ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്ന് വേറെയും സിനിമകളുടെ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ഫുൾ ഡിസ്കഷൻ എമ്പുരാനായിരിക്കുമല്ലോ, അതുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ചു. വരും ദിവസങ്ങളിൽ അനൗൺസ്മെൻ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ആശീർവാദിൻ്റെ അപ്കമിങ് സിനിമകളുടെ അനൗൺസ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മറ്റു പ്രൊജക്റ്റുകളുടെ അനൗൺസ്മെൻറ്റ് ഇല്ലാഞ്ഞത് നന്നായി. കാരണം ഇന്നലെ എമ്പുരാൻ ടീസർ ഡേ ആണ്. അപ്പോൾ അന്ന് ആഘോഷിക്കാൻ അത് മാത്രം വരുന്നതന്നെയാണ് നല്ലത്. ഇനി എന്നാണോ ആശീർവാദിൻ്റെ അപ്കമിങ് സിനിമകളുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടാവുക, അന്ന് അമൽ നീരദിൻ്റെ പ്രൊജക്റ്റിൻ്റെയും അനൗൺസ്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആശീർവാദിൻ്റെ അപ്കമിങ് പ്രൊജക്റ്റുകളുടെ അനൗൺസ്മെൻറ്റ് വരും ദിവസങ്ങളുണ്ടെന്ന് ആൻ്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എമ്പുരാൻ സിനിമയുടെ ടീസറിൻ്റെ ലാംഗ്വേജ് മാറ്റുമ്പോൾ 5 ഭാഷകളിലും ലാലേട്ടനാണ് ഡബ്ബ് ചെയ്തതെന്ന് തോന്നുന്നു. അതർ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തമിഴിൽ മാത്രമാണ് ഡബ്ബ് ചെയ്യാറ്. എന്നാൽ ഇതിൽ എല്ലാ ഭാഷകളിലും ലാലേട്ടൻ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. ഇനി സിനിമയിലും ലാലേട്ടൻ തന്നെയാണോ എല്ലാ ഭാഷകളിലും ഡബ്ബ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇനി മറ്റു ഭാഷകളിൽ വേറെ ആരെങ്കിലും ഡബ്ബ് ചെയ്ത് എഐൻ്റെ സഹായത്തിൽ ലാലേട്ടൻ്റെ സൗണ്ട് ആക്കിയതാണോ എന്നും അറിയില്ല.